ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ കുറച്ചധികം മത്സരങ്ങൾ ടീം ഇന്ത്യ കളിക്കുന്നുണ്ട്. യൂണിറ്റി കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സൗഹൃദ മത്സരങ്ങളും ഉണ്ട്. അതിനുള്ള ടീമിനെ ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ ഒരൊറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് പോലും സാധിച്ചിരുന്നില്ല. അത് നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഇതേക്കുറിച്ച് ആഷ്ലി വെസ്റ്റ്വുഡിനോട് ചോദിച്ചിരുന്നു. അതിനുള്ള ശക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ലോങ് ബോൾ ടാക്ടിക്സ് ആണ്. ആ ടാക്ടിക്സിന് ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ അനുയോജ്യമാവില്ല, അഥവാ ആ ശൈലിക്ക് അനുയോജ്യമാവില്ല. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നല്ല ചെറിയ പാസുകളിലൂടെ കളിക്കുന്ന താരങ്ങളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നന്നായി കളിക്കുന്ന ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ ഞങ്ങളുടെ ടീമിലുണ്ട്. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച താരങ്ങളല്ല പലപ്പോഴും സെലക്ട് ആവാറുള്ളത്, മറിച്ച് ഫിസിക്കൽ നോക്കിയാണ് അവിടെ തിരഞ്ഞെടുക്കാറുള്ളത്. മാത്രമല്ല ലോങ് ബോൾ ടാക്ടിക്സ് ആണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ താരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിന്റെ ശൈലിക്ക് അനുയോജ്യമല്ലായിരിക്കാം. പക്ഷെ മികച്ച താരങ്ങളാണ് ഇവിടെയുള്ളത്. ഞങ്ങൾക്കിവിടെ ഉള്ളത് ചെറിയ പാസുകളിലൂടെ മികച്ച രൂപത്തിൽ കളിക്കുന്ന താരങ്ങളാണ്. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ടീമിന്റെ ശൈലിയും ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശൈലിയും ഒരുപോലെയല്ല, രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ പരിഗണിക്കാതിരുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലെ ഇന്ത്യൻ താരങ്ങൾ മികച്ച താരങ്ങളാണ്, നല്ല രൂപത്തിൽ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ടീമിൽ ഡാനിഷ് ഫറൂഖ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പരിക്കാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.